അയ്യപ്പെട്ട ആലപ്പുഴ ജില്ലയിലെ CPM-ലെ രണ്ട് പ്രമുഖ നേതാക്കളാണ് ജി സുധാകരനും ഡോക്ടർ തോമസ് ഐസക്കും. 2016 ഒന്നാം പിണറായി സർക്കാരിലെ മന്ത്രിമാരായിരുന്നു. അതുപോലെ 2006 VS സർക്കാരിലെയും മന്ത്രിമാരായിരുന്നു ഈ രണ്ടുപേരും. ഇപ്പോൾ ഈ പറയുന്ന പിണറായി സർക്കാരിന്റെ ആദ്യ പിണറായി സർക്കാരിൽ ഉണ്ടായിരുന്നു. അതുപോലെ VS സർക്കാർ 2006 VS സർക്കാരിലും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ജി സുധാകരൻ കഴിഞ്ഞ കുറേ നാളുകളായി പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുകയായിരുന്നു. അസ്വാരസ്യവും പാർട്ടിക്കെതിരെ പല പ്രതികരണങ്ങളൊക്കെ നടത്തുന്നു. കോൺഗ്രസ് വേദിയിലൊക്കെ അദ്ദേഹം പ്രത്യക്ഷപ്പെടുകയുണ്ടായി. ഇപ്പോൾ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇലക്ഷൻ്റെ ചുമതല, ആലപ്പുഴ ജില്ലയിലെ ചുമതല സ്ഥാനാർത്ഥികൾ ആരൊക്കെയായിരിക്കണം, അതായത് ഇലക്ഷൻ പ്രവർത്തനങ്ങൾ ഏത് രീതിയിൽ മുന്നോട്ട് പോകണം, പ്ലാൻ എങ്ങനെ തയ്യാറാക്കണം, എങ്ങനെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണം തുടങ്ങിയ കാര്യങ്ങൾ ചുമതല ജി സുധാകരന് നൽകിയിരിക്കുന്നു. അതുപോലെ തോമസ് ഐസക്കിനെയും ഒരുപക്ഷെ മത്സരിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. നമുക്കിതിനെ എങ്ങനെ കാണാം? തുഫേല, ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഈ പാർട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് ഇവർ കാലാകാലങ്ങളിൽ ഇവരുടെ ചില നയവ്യതിയാനങ്ങളുണ്ട്. അവർ പാർട്ടിക്കകത്ത് ചില വലിയ മാറ്റങ്ങളൊക്കെ അവർ വരുത്തും. അതിലാണ് പ്രായപരിധി വന്നത്. 75 വയസ്സിൻ്റെ പ്രായപരിധി. അങ്ങനെയാണ് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും പാർട്ടിയുടെ കടിഞ്ഞാൺ അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ ആയിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഫലമായി പ്രായപരിധി മാനദണ്ഡം വെച്ചുകൊണ്ടാണ് ജി സുധാകരനെ ഇവർ മൂലയ്ക്ക് ഇരുത്താനായിട്ട് ശ്രമിച്ചത്. പിന്നെ ഇപ്പോൾ ഈ പറയുന്ന പോലെ ആലപ്പുഴയിൽ എന്തുകൊണ്ട് ഇങ്ങനെ ജനപ്രിയരായ, അതായത് ഐസക്കും പിന്നെ ഇദ്ദേഹവും ജി സുധാകരനും വീണ്ടും അവർ തിരിച്ചു കൊണ്ടുവരണം എന്ന് തീരുമാനിക്കുക എന്നതിനുള്ള കാരണം എന്ന് പറയുന്നത് ഈ പരാജയ ഭീതി CPM മുന്നിൽ കാണുന്നതുകൊണ്ടാണോ? അല്ല, പാരമ്പര്യമായിട്ട് അത് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അത് കാണുന്നുണ്ട്. കാര്യം ഓരോ ജില്ലയിലും അവർക്ക് ഈ ജനപ്രിയരായ ഓരോ നേതാക്കളുണ്ട് ഓരോ ജില്ലയിലും. അപ്പൊ പാരമ്പര്യമായിട്ട് വോട്ട് ഇപ്പൊ ആലപ്പുഴ എന്ന് പറയുന്ന പുന്നപ്ര വയലാർ എന്ന് പറയുന്ന പാർട്ടിയുടെ വയലാറും പുന്നപ്ര പാർട്ടിക്ക് വളരെ സ്ട്രെങ്ത് ഉള്ള സ്ഥലമാണ്. മരണപ്പെട്ടു പോയ ഏറ്റവും വലിയൊരു നേതാവ് VS അച്യുതാനന്ദന്റെ നാടാണ്. അവിടെ അദ്ദേഹത്തെ തോപ്പിച്ച ആൾക്കാരും കൂടെ, മാരാർക്കുളത്ത് അദ്ദേഹത്തെ തോപ്പിച്ചവരും കൂടെ അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജനപ്രിയത, ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന CPM-ന് ഉണ്ടായിരുന്ന, അതായത് നമ്മൾ പാർട്ടി അംഗങ്ങളല്ലാതെ അല്ലാത്ത സാധാരണക്കാർക്ക് ഈ പറയുന്ന ഇതിനോട് ഇടതുപക്ഷത്തോട് അനുഭാവമുണ്ട്. അതാണ് ഇവർക്ക് വോട്ട്. അത് തിരിച്ചും അങ്ങോട്ട് തന്നെ. പാർട്ടി അംഗങ്ങളോ അനുഭാവികളോ ഒരിക്കലും മാറത്തില്ല. അപ്പൊ ഇവിടെ ആലപ്പുഴയിൽ ഇത്തരത്തിൽ ഇവർ രണ്ടുപേരെയും കൊണ്ടുവന്നതിൻ്റെ കാരണം പാരമ്പര്യമായിട്ട് കിട്ടുന്ന വോട്ട് തിരികെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ തുഫേൽ എന്ന് പറയൂ, ഈ പറയുന്ന പോലെ ലോക്സഭയിൽ എന്തായിരുന്നു അവിടെ കണ്ടത്? ലോക്സഭയിൽ നമുക്കറിയാം 2024 ലോക്സഭാ ഇലക്ഷൻ ഇപ്പോൾ നടന്നത്. അന്ന് ആലപ്പുഴയിലെ അവസ്ഥ, ആലപ്പുഴയിൽ CPM-ന് വേണ്ടി മത്സരിച്ചത് AM ആരിഫ് ആയിരുന്നു. ആരിഫ് രണ്ടാമത്തെ തവണയാണ്. അതിനു മുമ്പ് നടന്ന ലോക്സഭാ ഇലക്ഷനിൽ ഷാനിമോൾ ഉസ്മാനെ തോൽപ്പിച്ചുകൊണ്ട് ആരിഫ് പാർലമെന്റിലെത്തി. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലേക്ക് വരുമ്പോൾ ആരിഫ് KC വേണുഗോപാൽ, ശോഭാ സുരേന്ദ്രൻ BJP-ക്കായിട്ട്, KC UDF-നായിട്ട്, കോൺഗ്രസിനായിട്ട് മത്സരിച്ചു. ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന എടുത്തു പറയേണ്ട ഈഴവ വോട്ടുകൾ BJP-യിലേക്ക് കൺസോളിഡേറ്റ് ചെയ്യപ്പെടുന്നതിന് ഒരു കാഴ്ചയാണ് ആലപ്പുഴയിൽ കാണാൻ കഴിയുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കായംകുളത്ത് AM ആരിഫ് 3-ാം സ്ഥാനത്ത് പോയി. ഹരിപ്പാടും അതുപോലെ ആരിഫ് 3-ാം സ്ഥാനത്ത് പോയി. 2-ാം സ്ഥാനത്ത് ശോഭാ സുരേന്ദ്രൻ വന്നു. വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിൽ ശോഭാ സുരേന്ദ്രൻ മുന്നിൽ എന്ന് വരെ ചാനലുകൾ ബ്രേക്കിംഗ് ന്യൂസ് അടിച്ചായിരുന്നു. അന്ന് ആ സമയം ഞാനത് കണ്ടതാണ്. ശോഭാ സുരേന്ദ്രൻ മുന്നേറുന്നു. 2-3 തവണ അല്പസമയം ഉണ്ടായുള്ളൂ. എങ്കിൽ പോലും, അതായത് പരമ്പരാഗതമായി CPM-ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈഴവ വോട്ടുകളുടെ ഒരു ഏകീകരണം ശോഭാ സുരേന്ദ്രനുണ്ടായി. മാത്രമല്ല, അതായത് ശോഭാ സുരേന്ദ്രൻ ഏകദേശം 3 ലക്ഷത്തിനടുത്ത് വോട്ട് പിടിച്ചു. അതിന് തൊട്ടു മുമ്പ് നടന്ന ലോക്സഭാ ഇലക്ഷനിൽ നമ്മുടെ മഹാരാജ് കോളേജിലെ അധ്യാപകനായിരുന്ന ഒരു KS രാധാകൃഷ്ണൻ സാറായിരുന്നു. PSC-യുടെ ചെയർമാനൊക്കെ ആയിരുന്ന പഴയ കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസിൽ വിട്ട് BJP. അദ്ദേഹം 1.5 ലക്ഷം 1.60 പിടിച്ച KS രാധാകൃഷ്ണൻ സ്ഥാനത്ത് ശോഭാ സുരേന്ദ്രൻ പിടിച്ചത് 3 ലക്ഷത്തെ അടുത്ത് വോട്ടാണ് പിടിച്ചത്. KC വേണുഗോപാൽ ജയിച്ചത് 70,000 സംതിങ് വോട്ടിനാണ് അത്യാവശ്യം ഭൂരിപക്ഷം ജയിച്ചെങ്കിൽ പോലും ശോഭാ സുരേന്ദ്രൻ ശക്തമായ ഒരു പോരാട്ടം ആലപ്പുഴയിൽ കാഴ്ചവെച്ചു. അത് CPM-നെ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. ഇക്കുറിയും നിയമസഭാ ഇലക്ഷനിലും അത് തന്നെ ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രൻ കായംകുളത്ത് സ്ഥാനാർത്ഥിയാകുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. കഴിഞ്ഞ 2 ആഴ്ചക്കും ചില ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നിരുന്നു. ശോഭാ സുരേന്ദ്രൻ കായംകുളത്ത് മത്സരിച്ചു. കാരണം കായംകുളത്ത് 2-ാം സ്ഥാനത്ത് വന്നു. അതായത് 1-ാം സ്ഥാനത്തുള്ള KC വേണുഗോപാലായിട്ട് ചെറിയ വ്യത്യാസമുള്ളൂ. തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് ഇതിൽ ഈ പറയുന്ന പോലെ ജി സുധാകരനെ തിരികെ കൊണ്ടുവരുമ്പോൾ
അത് പിന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടിയുടെ അതായത് CPM എന്ന പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ബേബിയും കൂടെയാണ് പോയി അദ്ദേഹത്തെ കണ്ടത്. അതായത് ഇടയ്ക്ക് ഒരു ചെറിയ ആക്സിഡന്റ് പറ്റി അദ്ദേഹം 2 മാസമായിട്ട് അദ്ദേഹം കിടപ്പിലായിരുന്നു. കിടപ്പിലായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ബേബി കൂടെ ഇടപെട്ട് പിണറായി വിജയനും കൂടെ ഇടപെട്ട് പോയി കണ്ടതിന്റെ ഫലമായിട്ട് ആലപ്പുഴ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഏറ്റവും മേൽക്കമ്മിറ്റിയുണ്ട്, ഏറ്റവും വലിയ മേൽക്കമ്മിറ്റി, ആ തെരഞ്ഞെടുപ്പിന്റെ ചുക്കാൻ പിടിക്കുന്ന മേൽക്കമ്മിറ്റിയുടെ 6-അംഗ സമിതിയിൽ അദ്ദേഹം അംഗമാണ്. അപ്പൊ ഈ പറയുന്ന പോലെ അതിൽ ഇദ്ദേഹമുണ്ട്, ഐസക്കും ഉണ്ട്. അപ്പൊ ഐസക്കിനെ സംബന്ധിച്ച് ഐസക്ക് പാർട്ടിയുമായി അങ്ങനെ പിടങ്ങി നിൽക്കുന്നില്ല. പുള്ളി പറഞ്ഞത് വേറെ കാര്യം ഉണ്ടായി അതുകൂടി പറയാം. ഞാനിപ്പോ റിപ്പോർട്ടർ ചാനലിന്റെ ഓൺലൈനിൽ വാർത്ത കണ്ടായിരുന്നു. പാർട്ടി ആവശ്യപ്പെട്ടാൽ മത്സരിക്കുമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. അല്ല, സുധാകരനെ സംബന്ധിച്ച് സുധാകരൻ ഒരു കറകളഞ്ഞ പാർട്ടിക്കാരനാണ്, കറകളഞ്ഞ ഒരു CPM കാരനെ, വളരെ അച്ചടക്കം. അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്തും ഏറ്റവും നല്ല മന്ത്രിയായിരുന്നു, ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് ഏറ്റവും നല്ല മന്ത്രിയായിരുന്നു, നല്ല മന്ത്രിയായിരുന്നു, അതായത് ദേവസ്വം മന്ത്രിയായിരുന്നു. അതെ, അപ്പൊ ഏറ്റവും നല്ല മന്ത്രിയായിരുന്നു. അപ്പോ തീർച്ചയായിട്ടും ഐസക്കും നല്ലൊരു മന്ത്രിയാണ്. അപ്പൊ ഈ പറയുന്ന പോലെ ഇതിൽ നമ്മൾ പൊതുവിൽ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു ഇതിനകത്തുള്ള രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ CPM എന്ന് പറയുന്ന പാർട്ടി സാധാരണ രീതിയിൽ ഭരണത്തിൽ ഇരിക്കുമ്പോൾ അവർക്കൊരു ചെറിയൊരു കൊമ്പ് മുളക്കലുണ്ടാവും. അവർ ഈ പറയുന്ന അണികളെ ഒന്നും ശ്രദ്ധിക്കില്ല. ഭരണത്തിലെ സുഖലോലുപതയിൽ അവരങ്ങ് കയറി അങ്ങ് അഭിരമിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് പാർട്ടി അടിസ്ഥാനപരമായിട്ട് എന്താണ് എന്നുള്ളതും അടിസ്ഥാനപരമായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും അവർ ഒരു വേള മറക്കും. അപ്പോൾ പിന്നീട് ഇത്തരത്തിലൊരു ഇലക്ഷൻ അവസാനിക്കാറ്. ഇപ്പം എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ബേബി എന്ന ജനറൽ സെക്രട്ടറിയെ കൊണ്ടുവരുമ്പോൾ പിണറായിക്ക് അങ്ങനെ കണ്ട് വലിയ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ പാർട്ടിക്കകത്ത് ഒരു വലിയ ഗെയിം കളിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ബേബി നമ്മൾ വിചാരിക്കുന്ന പോലുള്ള ഒരാളല്ല. പാർട്ടിക്കകത്ത് ഒരു ഘട്ടത്തിൽ VS-ന് വേണ്ടി പാർട്ടിയുടെ കൊല്ലം ജില്ല, ആലപ്പുഴ ജില്ല, തൃശ്ശൂർ ജില്ല തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ ഡൽഹിയിൽ, അന്നും ബേബി ഡൽഹിയിലാണ്. അപ്പോൾ VS പാർട്ടി പിടിക്കുന്നതിന് VS ബേബിയെ ഒരു ഘട്ടത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നൊരു വാർത്തയുണ്ട്. അപ്പോൾ ബേബി അങ്ങനെ പെട്ടെന്ന് കയറി പ്രതികരിക്കത്തില്ല. ബേബി ഇങ്ങനെ സൈലന്റ് ആയിരുന്നുകൊണ്ടാണ് അതെ, ബേബി ഇങ്ങനെ സൈലന്റ് ആയിരുന്നുകൊണ്ടാണ് കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ 75 വയസ്സിന്റെ മാനദണ്ഡം, അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ തനിക്ക് പാർട്ടിക്കകത്ത് ആരൊക്കെ തന്നെ വെട്ടാൻ അല്ലെങ്കിൽ തനിക്ക് മേളിലേക്ക് വരാൻ സാധ്യതയുണ്ടായെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് നടക്കുന്നതിന് മുമ്പ് എറണാകുളത്ത് നടന്ന പാർട്ടി കോൺഗ്രസിലാണ് ഈ തീരുമാനം എടുക്കുന്നത്. പാർട്ടി കോൺഗ്രസ് അല്ല, സംസ്ഥാന സമ്മേളനത്തിലാണ് തീരുമാനം എടുക്കുന്നത്. ആ തീരുമാനത്തിൽ അദ്ദേഹം മനസ്സിൽ കണ്ടിരുന്നത് ഇന്ന ആരെല്ലാം നമുക്ക് വെട്ടണം. അപ്പോൾ അദ്ദേഹം അന്ന് പാർട്ടി, ഇപ്പോഴും അദ്ദേഹം വിചാരിച്ച പാർട്ടിക്കകത്ത് എന്തും ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു വേള ബേബി കൂടെ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. അല്ല, ഇത്തവണത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഭരണം മൂന്നാം ഭരണം കൊണ്ട് അത് പിണറായിയുടെ പ്രസ്റ്റീജ് വിഷയം. അതുകൊണ്ട് ആ ഭരണം നിലനിർത്താൻ വേണ്ടി ഏത് വിധേനയും ടേം വ്യവസ്ഥയിൽ ഇളവുകൾ. അല്ല, അതിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതിനകത്തുള്ള വിഷയം വെച്ചാൽ ടേം വ്യവസ്ഥയിൽ രണ്ടാമത് ഒരിക്കൽ കൂടെ മത്സരിക്കട്ടെ എന്ന് പറയേണ്ട കാരണം അറിയും. ഇപ്പം ഒരു കാര്യം കൂടെ നമുക്കത് പറഞ്ഞിട്ട് അതിലേക്ക് പോവാം. ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഈ പറയുന്ന ഇലക്ഷൻ നയിക്കട്ടെ എന്ന് പറയുമ്പോൾ അതിനകത്ത് CPM ഒരു രാഷ്ട്രീയം കൂടെ കാണുന്നു. തീർച്ചയായിട്ടും. അതെന്താണെന്നറിയോ? അതായത് അദ്ദേഹത്തിന്റെ ഈ ഭരണകാലഘട്ടത്തിൽ ഈ കഴിഞ്ഞ 10 കൊല്ലവും അദ്ദേഹം കാട്ടിയിട്ടുള്ള, അതായത് PM ശ്രീ പദ്ധതി ആയിരുന്നാലും മറ്റ് അദ്ദേഹത്തിനെതിരെ വന്നിട്ടുള്ള പാർട്ടിയോട് ആലോചിക്കാതെ, മുന്നണിയോട് ആലോചിക്കാതെ, മസാല ബോണ്ട്, പിന്നെ ഈ ബ്രൂവറി വിഷയം, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ, ഈ അദ്ദേഹത്തിന്റെ യാത്ര ഉണ്ടായിരുന്നല്ലോ കേരളയിൽ, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരു വേള അദ്ദേഹം ആലോചിക്കേണ്ടവരടുത്ത് ആലോചിച്ചിട്ടില്ല. CPM എന്ന് പറയുന്ന പാർട്ടി കാലാകാലങ്ങളിൽ ഭരണത്തിരിക്കുമ്പോൾ പാർട്ടിക്കാണ് അതിന്റെ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത്. പാർട്ടി പറയും, മന്ത്രിമാർ കേൾക്കും. ഇവിടെ അങ്ങനെ ആയിരുന്നില്ല. സെക്രട്ടറി എന്ന് പറയുന്നത് വെറും മരപ്പാവയായിരുന്നു. ഈ സെക്രട്ടറിക്ക് ഒരു വോയിസും ഇല്ല. കോടിയേരി ബാലകൃഷ്ണൻ ഇരുന്നപ്പോൾ പിന്നെയും കോടിയേരി ബാലകൃഷ്ണൻ കാര്യങ്ങൾ ഇടപെട്ടിരുന്നു. ഇപ്പോൾ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയനായിട്ട് വരുത്തി വെച്ച എല്ലാ സർവ്വവിനകളും പിണറായി വിജയൻ തന്നെ നേരിട്ട് ജനങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങുമ്പോൾ കാണട്ടെ. അപ്പോൾ പാർട്ടി കമ്മിറ്റിയിൽ അദ്ദേഹത്തെ വിമർശിക്കാൻ പറ്റില്ല. പാർട്ടി കമ്മിറ്റിയിൽ എന്തെങ്കിലും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ, ഓർമ്മയുണ്ടല്ലോ PK ശ്രീമതിയെ നിങ്ങൾക്ക് കേന്ദ്ര കമ്മിറ്റി അംഗമാണെന്ന് പറഞ്ഞ് ഇവിടെ വന്നിരിക്കേണ്ട കാര്യം എന്ത്, നിങ്ങൾ എന്ന് പറഞ്ഞ വരെ വാർത്ത പുറത്തു വന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ അങ്ങനെയുള്ള പിണറായിയുടെ അപ്രമാദിത്വം കാരണം കണ്ണൂർ ജില്ലാ ഘടകത്തിലുള്ളവർ പോലും, സംസ്ഥാന കമ്മിറ്റിയിലെ കണ്ണൂർ ഘടകത്തിലെ ആൾക്കാർക്ക് പോലും പിണറായിയോട് ഒരു മറുവാക്ക് ചോദിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇത്തരത്തിൽ ഈ പാർട്ടി ഇന്നിപ്പോൾ നേരിട്ടിട്ടുള്ള എല്ലാ പ്രതിസന്ധിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, നിങ്ങൾക്കെതിരെ ഉണ്ടായ വിമർശനങ്ങൾ ഞങ്ങൾക്ക് പാർട്ടി കമ്മിറ്റി പോലും പറയാൻ പറ്റിയിട്ടില്ല. കാരണം നിങ്ങളൊരു സ്റ്റാലിനായിരുന്നു. ആ സ്റ്റാലിനായി നിങ്ങൾ നേരിട്ട് കാണണം ജനങ്ങൾ നിങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നത് എന്ന്.
അതാണ് നമ്മളിപ്പം അദ്ദേഹത്തിനെ തന്നെ ചുമതല ഏൽപ്പിക്കുന്നത്. 2, രാഷ്ട്രീയ വിദ്യാർത്ഥികളായ എനിക്ക് തോന്നിയിട്ടുള്ളത് മറ്റൊന്നുമല്ല, പിണറായി വിജയൻ നയിക്കും, പക്ഷേ പിണറായി വിജയനെ മുഖ്യമന്ത്രി അത് സ്ഥാനാർത്ഥിയാക്കി. മാത്രമല്ല ഇപ്പൊ ഇന്നലെ NDTV സർവേ അതുകൂടി പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ചർച്ച ഒന്ന് അവസാനിപ്പിക്കാം. NDTV വോട്ട് ബൈ സർവേ നടത്തിയതിൽ പിണറായി സർക്കാരിന്റെ പ്രവർത്തനം 51.9% ആളുകളും പരിതാപകരമായിട്ടാണ്. അല്ല, അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ആന്റി ഇൻകംബൻസി ഫാക്ടർ അത്ര വളരെ കൂടുതലാണ്. അതായത് അതുകൊണ്ട് അവർ ഒഴിഞ്ഞു പോകണം, ഈ ഭരണം മാറണമെന്ന് ജനം ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും വോട്ട് വെറും 34% ഉള്ളൂ ഈ ഭരണം ഒരുവിധം നന്നായിട്ട് പോകുന്നു എന്ന് പറഞ്ഞത്. വോട്ട് ശതമാനത്തിൽ 32.7% UDF മുന്നിലാണ്. ഭരണമാറ്റ സാധ്യതയും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. തീർച്ചയായിട്ടും LDFന് 29.3% വോട്ടാണ്. ഇനി മുഖ്യമന്ത്രി ആരാവണമെന്ന ഒരു സർവേ ഉണ്ടായിരുന്നു. അതിൽ പറയുന്നത് വോട്ടെടുപ്പിൽ പങ്കെടുത്തവരിൽ 22.4% പേരും VD സതീശനാണ് മുഖ്യമന്ത്രി. പിണറായി വിജയന് വെറും 18% മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിൽ നമുക്ക് ആ സർവേയിലേക്ക് നമുക്കുള്ള കാര്യം എന്ന് വെച്ചാൽ അറ്റ് പ്രസന്റ് ഉള്ള ഒരു സിനേറിയോ ആണ്. ഇത് കഴിഞ്ഞാൽ ഇത് കാലാവസ്ഥ മാറും. ഇപ്പൊ നമ്മൾ മഴക്കാറുള്ള ഒരു സമയം, കുറച്ച് കഴിഞ്ഞ് മേഘം അങ്ങ് പോയി കഴിയുന്ന ഒരു സമയം. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ഉറപ്പിച്ച് ഇപ്പോഴത്തെ ഒരു ഇതായിരിക്കില്ല. കുറച്ചുകൂടെ കഴിയുമ്പോൾ ചിലപ്പോൾ ഇനിയിപ്പോൾ അവർക്ക് ബഡ്ജറ്റൊക്കെ വരാനുണ്ട്. ഈ അവസാന ബഡ്ജറ്റൊക്കെ എന്തായാലും വാരിക്കോലി വാഗ്ദാനങ്ങളായിരിക്കും. പിന്നെ രണ്ടാമത് വേറൊരു കാര്യം അറിയാം തുഫൽ, ഇതിനകത്ത് ഒരു കാര്യം നമുക്ക് പറയാതെ പോകാൻ കഴിയില്ല. അതായത് പിണറായി വിജയനെ ഇങ്ങനെ വോട്ട് തേടി പോകാനായിട്ട് പറയുമ്പോൾ ഇവരൊരു കുറ്റസമ്മതത്തിന്റെ സ്വഭാവം ഇവർക്ക് ഇതിനകത്ത് കാണുന്നുണ്ട്. അത് ഇവര് ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്, ഇവർക്കെതിരുണ്ടായിരുന്ന ഡ്രോബാക്കുകളെല്ലാം ഇവർ നേരിട്ട് എന്ന് കയറി തെറി ഇവർ കേൾക്കാൻ തയ്യാറായി പോവുകയാണ്. അത് ഒരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യുന്ന ഒരു പരിപാടിയല്ല. പിന്നെ 2, അതിലെല്ലാം പെടും, ഇവർക്കെതിരെയുള്ള എല്ലാ ആരോപണങ്ങളും പെടും. അതിൽ നിന്നുകൊണ്ട് ഇവർ ഉൾക്കൊണ്ടുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇപ്പൊ ഈ ഒരു മാർച്ചിൽ അടുത്ത ഈ ബഡ്ജറ്റ് വരുന്നതിന് മുമ്പ് ആൾക്കാരിൽ നിന്ന് ഇതെല്ലാം ശേഖരിച്ച് കൊടുത്തോണ്ടിരിക്കുക. അതിപ്പോ തുടങ്ങി സന്ദർശനം തുടങ്ങിയിട്ട് കുറച്ചായി, 1-2 ആഴ്ചയായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് ശേഷം എന്തൊക്കെയാണ് ഇവർക്ക് ഡ്രോബാക്സ്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ജനങ്ങളുമായിട്ട് നല്ല രീതിയിൽ സംസാരിക്കുക, ജനങ്ങൾക്ക് എതിരായിട്ട് വാഗ്വാദത്തിൽ ഏർപ്പെടരുത്, ജനങ്ങൾ പറയുന്നത് നല്ല അനുവദിക്കുക, സഹിഷ്ണുതയോടെ കേൾക്കുക എന്ന കാര്യങ്ങളൊക്കെ വീട് വീടാന്തരം കയറിക്കൊണ്ടിരിക്കുന്ന സാക്കള്. അതെ, അപ്പോ ഇതൊക്കെ നേരത്തെ ചെയ്തിരുന്ന ശബരിമലയൊക്കെ സ്ത്രീ പ്രവേശനം കയറിയിരുന്നു. അപ്പൊ അതുപോലെ ഇതിനകത്ത് പിണറായി വിജയൻ എന്ന നേതാവ് നയിക്കാനേ ഉണ്ടാവുള്ളൂ. അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെ അദ്ദേഹത്തിന്റെ പേര് വരത്തില്ല. പക്ഷെ ഇവർ ജയിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഇവർ വീണ്ടും ഭരണത്തിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വീണ്ടും പിണറായിയെ ഒരു ഷോർട്ട് ടൈം MLA ആകാതെ മുഖ്യമന്ത്രിയാക്കാൻ സാധ്യതയുണ്ട്. ഒരു 6 മാസം അദ്ദേഹം ഇരിക്കും. നേരത്തെ 1987 നയനാർ അങ്ങനെ ഇരുന്നിട്ടുണ്ട്. അന്ന് പാർട്ടിക്കകത്ത് VSനെ തോപ്പിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ VS തോറ്റപ്പോൾ VS തന്നെ സെക്രട്ടറി ആയിരുന്ന നയനാര് മുഖ്യമന്ത്രി ആവട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് നയനാര് 87 തൃക്കരിപ്പൂരിൽ നിന്ന് ജയിച്ചിട്ടുണ്ട്. അത് സതീഷ് ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു MLA മാറ്റി തൃക്കരിപ്പൂരൊക്കെ അവർക്ക് ഈസിയായിട്ട് ജയിക്കാൻ പറ്റും. അപ്പൊ അതുപോലെ ചിലപ്പോൾ പിണറായി വിജയൻ ഈ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്ന സമയത്ത് അദ്ദേഹം മത്സരിക്കില്ല. എന്നിട്ട് അദ്ദേഹം ഇതിനു വേണ്ടി ഇറങ്ങി എല്ലായിടത്തും നിന്ന് ജയിപ്പിച്ചെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തന്നെ ചിലപ്പോൾ മുഖ്യമന്ത്രി ആക്കിയേക്കും. അങ്ങനെ ഒരു പ്രതിഭാസം കൂടെ നമുക്ക് ഇവിടെ കാണേണ്ടി വരും എന്നൊരു തോന്നൽ കൂടെ നമ്മൾ കാര്യം പഠിക്കുന്നവർക്കുണ്ട്. രാഷ്ട്രീയം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട്. പിന്നെ മറ്റൊന്ന് കൂടെ പറയാനുള്ളത്, ഈസി ഒരു വാക്ക് ഓവർ അവർ പ്രതീക്ഷിക്കുന്നില്ല. ആർക്കും 100 സീറ്റൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. കാര്യം ഇപ്പൊ തുഫേൽ പറഞ്ഞ ഒരു കാര്യം കൂടി ഇതിൽ പറയാതെ പോകാൻ കഴിയില്ല. എന്തുകൊണ്ട് ഈ രണ്ടാമത് മത്സരിച്ച MLA മാർ വീണ്ടും മത്സരിക്കണമെന്ന് അവർ തീരുമാനിച്ചെന്ന് വെച്ചാൽ, ഞാൻ 1-2 കാര്യങ്ങൾ തിരുവനന്തപുരത്ത് തന്നെ 1-2 സീറ്റുകളുടെ കാര്യം പറയാം. പാറശാല മഹേശ്വരൻ നായർ, കാട്ടാക്കട IB സതീഷ്, പിന്നെ ഞങ്ങളുടെ അവിടെ വട്ടിയൂർക്കാവ് പ്രശാന്ത്, ഇങ്ങനെ കുറേ അധികം MLA മാര് മണ്ഡലത്തിൽ നന്നായിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ജോയി നമ്മുടെ വർക്കല നിന്ന് ജയിച്ച. അപ്പൊ ഇങ്ങനെ പാർട്ടിക്കകത്ത് അവര് ഇറങ്ങിയാൽ ഇനി പുതിയതായിട്ടൊരാളെ ഇറക്കിയാൽ ചിലപ്പോൾ അത് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കിട്ടാൻ സാധ്യതയുള്ള സീറ്റുകൾ കിട്ടട്ടെ എന്നുള്ള ഒരു തോന്നലാണുള്ളത്. അതുപോലെ ഈ MLA മാർക്ക് അങ്ങനെ പേരുദോഷമൊന്നും അവർ ഉണ്ടാക്കിയിട്ടില്ല. അവരാവശ്യമില്ലാത്ത കാര്യം നമ്മുടെ പിന്നെ നെയ്യാറ്റിൻകര ആൻസലനിൽ നിന്നും അങ്ങനെ മോശം പേരുണ്ടാക്കിയിട്ടില്ല. നല്ല മനുഷ്യനാണ്. അപ്പം ഈ പറയുന്ന പോലെ ഒരു ഇമേജ് ഉള്ള ഒരു കൂട്ടം MLA മാരെ, അതാണ് അവർ പറയുന്നത് ഞങ്ങളുടെ MLA മാർ പണിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഇപ്പോൾ UDF കേരള കോൺഗ്രസിനെ മാണിയെ കൂടെ ചേർക്കാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും തിരിച്ചു പിടിക്കുന്ന ഒരു സ്ട്രാറ്റജി ഇവർ കാണിച്ചിരിക്കുക. അപ്പോൾ ഒരു ഈസി വാക്ക് ഓവർ ഉണ്ടാവും നമുക്ക് നിശ്ചയിക്കാൻ കഴിയില്ല. രാവിലെ ജോസ് കെ മാണി കൊച്ചി രൂപതാസ്ഥാനത്ത് എന്തുകൊണ്ടാണ് LDF നിലനിൽക്കാനുള്ള കാരണമൊക്കെ വിശദീകരിച്ചെന്നൊക്കെ പറയുന്നത്. ഏതായാലും തുഫേല ഇതിൽ ഒരു കാര്യം നമുക്ക് തീർത്ത് പറയാം.
ഇപ്പോൾ ഈ ഒരു ഇതിൽ NDTVയുടെ ഈ ആര് മുഖ്യമന്ത്രിയാകണം, ആരാകും, ആർക്ക്, ഇതൊക്കെ മാറാനുള്ള സാധ്യത വളരെയധികം ഉണ്ട്. കാര്യം ഭരണം ഇവരുടെ കയ്യിലാണുള്ളത്. ശബരിമല സ്വർണ്ണക്കൊള്ള അതിൻ്റെ ഒരു പീക്ക് പോയിന്റിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വേണമെങ്കിൽ സ്വന്തം മുഖം രക്ഷിക്കാൻ കടകംപള്ളി സുരേന്ദ്രൻ വേണമെങ്കിലും ഇവർ ജയിലിലാക്കുന്നതിന് ഒരു സമ്മതം മൂലം. കാര്യം ഇപ്പോൾ പ്രതിപക്ഷം ഇന്ന് ഉന്നയിച്ച ഏറ്റവും വലിയ ഒരു ആരോപണം എന്ന് പറയുന്നത് SITയുടെ അന്വേഷണത്തിന് മേൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടുന്നു. സത്യമായിരിക്കാം, അത് ഇടപെട്ടിട്ടുണ്ടാകും. കാര്യം പ്രതിപക്ഷ നേതാവ് ചുമ്മാ അത് പറയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ പെട്ടെന്ന് പിന്നെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എന്താകുമെന്ന് പറയാൻ കഴിയില്ല. ഇച്ചിരി കൂടെ ഒന്ന് കഴിഞ്ഞിട്ട് ഈ റിപ്പോർട്ട് വായിച്ചപ്പോൾ ഒരു സന്തോഷം തോന്നി, ഒരു ആന്റി ഇൻകംബൻസി ഉണ്ടാകുമല്ലോ എന്നുള്ളത്. പിന്നെ ഈ കഴിഞ്ഞ ഭരണത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു നേട്ടം അഡ്മിനിസ്ട്രേഷൻ, അതായത് ഭരണം നടത്തുന്നതിൽ പരാജയം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യവും അങ്ങനെയുള്ള ഒരു 2-3 ഘട്ടം വിലയിരുത്തൽ ആൾക്കാരെ നടത്തിയിട്ടുണ്ട്. അതിൽ 2-3 ഘട്ടത്തിൽ ഈ ഭരണ നൈപുണ്യത്തിൽ പിഴവുണ്ട് എന്നൊക്കെ പറയുന്നത്. അതായത് നമ്മൾ നടത്തിപ്പുണ്ടല്ലോ, ആ നടത്തിപ്പിലുള്ള പിഴവിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത്. ബാക്കിയൊക്കെ ഈ പൊളിറ്റിക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അത് അതിൻ്റെ വഴിയെ അങ്ങ് പോകും. നമുക്ക് എന്തായാലും കുറച്ചും കൂടെ ഒന്ന് കാത്തിട്ട് ഇതിനെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആര് വരും, ആരായിരിക്കും ജനപ്രിയര്. എന്തായാലും സതീശന് ജനപ്രിയത ഉണ്ടെന്ന് ഇതിനോടകം തന്നെ മനസ്സിലാകുന്നതിൽ വളരെ സന്തോഷം.